പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെയേ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പറഞ്ഞിട്ടുണ്ട് മഹാന്മാരായാൽ. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. മാധവിക്കുട്ടി മരിക്കുന്നവരെയും പ്രണയിച്ചു. ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ്. ഗണേഷ് കുമാറിന് പ്രണയം ഉണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സൈബർ ഇടങ്ങളിൽ മനസ്സിലാക്കും. 5000 പ്രണയമുണ്ട്. നമസ്കാരം. മന്ത്രിഭവനത്തിലെ അവിഹിത വീഴ്ചയ്ക്ക് മന്ത്രിയും മുഖ്യമന്ത്രിയും കൂടിയാലോചിച്ച് മധ്യസ്ഥതയിൽ കാര്യങ്ങൾ പര്യവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റേറ്റിലെ നിയമം ബാധകമല്ല എന്നാണോ ഇവിടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഈ പൊതുസമൂഹത്തിനോട് പറയുന്നത്? കാരണം ഈ കഴിഞ്ഞ ദിവസം KV ഗണേഷ് കുമാറിൻ്റെ ഭവനത്തിൽ അവിഹിത വീഴ്ച നടന്നത് KV ഗണേഷ് കുമാറിൻ്റെ നിലവിൽ ഇപ്പോഴുള്ള ഭാര്യ കയ്യോടെ പിടിച്ച കാര്യമൊക്കെ നമുക്കറിയാം. KV ഗണേഷ് കുമാർ ഇതിനു മുമ്പും വേറെ ഭാര്യ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഒഴിവാക്കി ഇപ്പോൾ പുതിയ ഭാര്യയാണ്. അത് പിന്നെ ഇവിടെ നിയമം അനുവദിക്കുന്ന അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആ ഭാര്യ വന്ന് KV ഗണേഷ് കുമാറിൻ്റെ അവിഹിത വീഴ്ച കയ്യോടെ പിടിക്കുകയും അതിൻ്റെ പേരിൽ അവരെ KV ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അവരെ തടഞ്ഞു വെക്കുകയും അവരുടെ ഈ മന്ത്രിയുടെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചു വലിക്കുകയും മന്ത്രിയുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിനെപ്പറ്റി അവർ ഈ പൊതുസമൂഹത്തിനോടല്ലേ പറഞ്ഞത്? അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകളോടല്ലേ പറഞ്ഞത്? അതോടൊപ്പം തന്നെ ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യയോടല്ലേ പറഞ്ഞത്? അപ്പോൾ ഇത്രയും വിഷയങ്ങൾ ഈ പൊതുമണ്ഡലത്തിലുണ്ടായിട്ട് അത് മന്ത്രിയും അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാര്യയുമായിട്ട് പിന്നെ മധ്യസ്ഥതയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് കേസ് എടുക്കേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്ന പിന്നെ ഇതിനാണ് ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നവർ ചെയ്യുന്ന പ്രവർത്തികൾ ഇതൊക്കെയാണ് എങ്കിൽ അതിന് ഇവിടെ നിയമം അനുവദിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടതല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? മന്ത്രിയുടെ ഭാര്യയെ ഒരു പേഴ്സണൽ സ്റ്റാഫിനെ അങ്ങനെ തടഞ്ഞു നിർത്താനോ മന്ത്രിയുടെ ഭാര്യയുടെ കയ്യിൽ പിടിച്ച് വലിക്കാനോ മന്ത്രിയുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ച് വാങ്ങാനോ ശ്രമിക്കാനോ ഒക്കെ ഉള്ള അധികാരങ്ങൾ ആരാണ് കൊടുത്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആ പേഴ്സണൽ സ്റ്റാഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അതുപോലെ തന്നെ മന്ത്രി മന്ദിരത്തിൽ വെച്ച് അവിഹിത വീഴ്ച നടത്തുന്നതിന് കൃത്യമായിട്ട് ഇവിടെ കേസെടുക്കേണ്ടത് തന്നെയല്ലേ? എന്തുകൊണ്ടാണ് മന്ത്രിസഭ ഈ കാര്യത്തിനകത്ത് തീരുമാനമെടുക്കാത്ത അല്ലെങ്കിൽ സ്റ്റേറ്റ് ഈ കാര്യത്തിൽ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരു മന്ത്രിയുടെ ഭാര്യയുടെ കയ്യിൽ പിടിച്ച് പുറകോട്ട് വലിക്കുന്നത് നിസ്സാര കാര്യമാണ്. അതുപോലെ തന്നെ ഈ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് ഇവിടെ പൊതുസമൂഹത്തിൻ്റെ നികുതി പണം കൊണ്ട് ശമ്പളം കൊടുത്ത് മന്ത്രിക്കോ അല്ലെങ്കിൽ മന്ദിരത്തിലോ അല്ലെങ്കിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റാഫുകളാണ്. അവരുടെ പണി ഇതാണ്. മന്ത്രിക്ക് സ്ത്രീ അവിഹിത വീഴ്ച നടന്നതിന് കൂട്ടിരിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട സംരക്ഷണം നൽകുകയും മന്ത്രിയുടെ ഭാര്യയല്ല മറ്റാര് കടന്നു വന്നു കഴിഞ്ഞാൽ അവരെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ജോലിയാണോ ഈ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നവർ ചെയ്യുന്നത്? അതിനു വേണ്ടിയിട്ടാണോ സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ളവരുടെ നികുതി പണം പിടിച്ച് ഇവർക്ക് ഈ പേഴ്സണൽ സ്റ്റാഫിന് കൊടുക്കുന്ന പണി ഇതാണോ? മന്ത്രിക്ക് അവിഹിത വീഴ്ച നടത്തുന്നതിന് കൂട്ടിരിപ്പും അല്ലെ കൂട്ടിക്കൊടുപ്പ് പണിയാണോ ശരിക്കും പറഞ്ഞ് ഈ പേഴ്സണൽ സ്റ്റാഫ് ചെയ്യുന്നത്? അതിന് പൊതുസമൂഹത്തിൻ്റെ നികുതി പണം എടുത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഇത് എന്താണ്? ഇത് ഇവിടെ ഈ നടമാടുന്ന കാര്യങ്ങൾ എന്താണ്? ഇതിനകത്തൊക്കെ എന്താണ് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് എന്താണ് മറുപടി പറയാനുള്ളത്? ഇത്തരം കാര്യത്തിനകത്ത് എന്തുകൊണ്ടാണ് ഇതുവരെ കേസെടുക്കാത്തത്? നിങ്ങൾ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോളത്ത് കൈയിട്ടുകൊണ്ട് ആ കാര്യങ്ങൾ പര്യവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ അങ്ങനെ നടക്കുമോ? അതല്ലല്ലോ ഇവിടെ നിയമം. അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ 18 വയസ്സിൽ താഴെയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ആരെങ്കിലും ഇതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അതിനുശേഷം അവർ കോംപ്രമൈസ് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കേസെടുക്കേണ്ടതില്ല എന്നാണോ? അതിന് സമാനമല്ല ഇപ്പോൾ ഈ വിഷയം വന്നിരിക്കുന്നത്. ഇനി അതിനേക്കാളും ഗൗരവമായിട്ടുള്ള വിഷയം ഈ മന്ത്രിയുടെ ഭാര്യ അവിടെ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഈ മന്ത്രി അവിഹിത വീഴ്ച നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീയെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ കടത്തിക്കൊണ്ട് പോയി എന്ന് പറയുന്നു. ആ സ്ത്രീ ആരാണ് എന്താണെന്നൊക്കെ ഇവിടെ അറിയേണ്ടതില്ലേ? കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിജീവിതയൊന്നും അല്ലല്ലോ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരിക്കാനായിട്ട്. അവരൊരു അവിഹിത വീഴ്ചയ്ക്കകത്ത് വന്ന് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇവിടെ ഈ സ്റ്റേറ്റിൻ്റെ ഒരു മന്ത്രിയായിട്ടാണ് അവർ അങ്ങനെ ഒരു കാര്യത്തിനകത്ത് ആധാർമികമായിട്ടുള്ള ഒരു കാര്യത്തിനകത്ത് ഇടപെട്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ ഈ പേഴ്സൺ സ്റ്റാഫ് കടത്തിക്കൊണ്ട് പോയ ആ സ്ത്രീ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ, അവരെ കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ആ കാര്യങ്ങൾ ഇവിടെ പൊതുസമൂഹത്തിന് അറിയേണ്ടതില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമല്ലേ, അതിനകത്ത് സ്റ്റേറ്റ് ഇടപെടേണ്ടത് തന്നെയല്ലേ. ഇനി അതിനേക്കാളെല്ലാം ഉപരി ഇപ്പോൾ ഈ മന്ത്രി ഈ അവിഹിത വീഴ്ചയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് അത് 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയാണോ എന്നെങ്ങനെ അറിയും? അതങ്ങനെയൊക്കെ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ സ്റ്റേറ്റ് അതിനകത്ത് ഇടപെട്ട് കേസെടുത്തെങ്കിൽ മാത്രമല്ല ഇത് ആരാണ് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇവിടെ അറിയേണ്ടത് ഇവിടുത്തെ സ്റ്റേറ്റിൻ്റെ കടമയപ്പെട്ട കാര്യമല്ലേ, അല്ലെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമല്ലേ. ഇതെന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മൂടി വെക്കുന്നു? ഏതെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റൊരു ഇതിൻ്റെ പേരിലോ ഉണ്ടായ ഒരു ആരോപണങ്ങളൊന്നും അല്ലല്ലോ ഇത്. ശരിക്കും പറഞ്ഞാൽ മന്ത്രിയുടെ ഭാര്യ തന്നെ യാതൊരുവിധ പ്രേരണയും കൂടാതെ അവർക്കുണ്ടായ തിക്താനുഭവം അവർ തന്നെ പൊതുസമൂഹത്തിലേക്ക് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് അറിയിക്കുക തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ മുഖ്യമന്ത്രിയുടെ മകളെയും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയുമായിരുന്ന സ്ത്രീയോട് അപ്പോൾ തന്നെ നേരിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളോടെ കൂടിയല്ലേ ഇത്. അപ്പോൾ ഇതിനകത്ത് മുഖ്യമന്ത്രിയല്ലേ ശരിക്കും പറഞ്ഞാൽ ഗുരുതരമായ തെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന കുറ്റകൃത്യം വളരെ ഗൗരവമുള്ളതാണ്. അതുപോലെ തന്നെ അന്ന് ഈ മന്ത്രിയായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി അത് ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. അത് ഒരു 18 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണ് എങ്കിൽ അവിടെ കൃത്യമായിട്ട് പോക്സോ കേസ് തന്നെ എടുക്കേണ്ടതല്ലേ. അപ്പോൾ ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാതെ എങ്ങനെയാണ് 18 വയസ്സിൽ താഴെയാണോ അതോ അതിന് മുകളിലുള്ള സ്ത്രീയാണോ എങ്ങനെയാണെന്നൊക്കെ എങ്ങനെ അറിയാൻ സാധിക്കും? അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഗവർണറോടാണ്. കാരണം ഗവർണർ ഈ കാര്യത്തിനകത്ത് അടിയന്തരമായിട്ട് ഇടപെടേണ്ടതുണ്ട്. അങ്ങ് ഈ സ്റ്റേറ്റിൻ്റെ ഭരണഘടനാ തലവനാണ്. ഇവിടെ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ അദ്ദേഹം അത് കൃത്യമായിട്ട് ഇടപെട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഈ സ്റ്റേറ്റിനുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർ ഈ കാര്യത്തിനകത്ത് ഇടപെട്ട് അടിയന്തരമായിട്ട് ഈ കേസ് എത്രയും പെട്ടെന്ന് ഒരു കേസെടുത്ത് അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ പൊതുസമൂഹത്തിൽ അറിയിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ നീതി ന്യായ വ്യവസ്ഥ എല്ലാവർക്കും ബാധകമാണ്. പ്രത്യേകിച്ച് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ നിൽക്കുന്ന മന്ത്രിയും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാര്യയും ഒക്കെ ഉൾപ്പെട്ട ഒരു സംഭവമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥയും ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളും പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നീതിന്യായ വ്യവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത് ഈ സ്റ്റേറ്റിൻ്റെ ഭരണഘടനാ തലവൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട ഗവർണർക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തന്നെയാണ് സാധാരണ ഒരു പൗരൻ എന്ന നിലയിൽ ഇവിടെ പൊതുസമൂഹം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഗവർണർ അടിയന്തരമായിട്ട് ഇടപെടണം. ഈ ഒരു സംഭവത്തിനകത്ത് ഇത് ഇങ്ങനെ ഒരു കാരണവശാലും ഒതുക്കി തീർത്ത് പോകുന്നത് വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ചോര വേണമെങ്കിൽ ഒരു പിച്ചാത്തിയത ഞാൻ മുറിച്ച് തരാം, കുടിച്ചോ. അല്ലാതെ വെറുതെ നടന്ന് എൻ്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇന്നിപ്പോൾ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ച് പോകുന്ന ചിലർ വിചാരിച്ചേ, അത് നടന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ കൊള്ളാമോ? മന്ത്രിസഭയ്ക്ക് ഇനി 5 വർഷം 6 ദിവസം കാലം ഇലക്ഷൻ പ്രഖ്യാപിച്ച മന്ത്രി പറയുന്നത് മന്ത്രിക്ക് ഒരു വിലയില്ല ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത്തരം സന്തോഷത്തിന് വേണ്ടി നടക്കണ്ട, അതൊരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്നും മിണ്ടാത്ത. എനിക്ക് ആരോടും വിരോധം ഉണ്ടായില്ല. ഞാൻ മാധ്യമപ്രവർത്തകരോട് വളരെ മാന്യമായിട്ടും സ്നേഹമായിട്ട് പെരുമാറുള്ളൂ. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. സന്തോഷം. ഇത് പണ്ടും ചെയ്തിട്ടുണ്ട്, വ്യത്യസ്തതയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളോട് ചിരിച്ചതും ചില മാധ്യമങ്ങൾ ഞാൻ ഇൻ്റർവ്യൂ തന്നതും എൻ്റെ കഴിവുകളാണെന്ന് വിചാരിക്കരുത്. ഞാനൊരു സ്നേഹം കൊണ്ട് തന്നു, കുറേ നാളായിട്ട് ചോദിച്ചു തന്നു, പക്ഷെ തന്നതിൻ്റെ ഫലം എനിക്ക് തന്നു. സന്തോഷം. കാരണം മന്ത്രിമാർക്ക് ഇവിടെ എന്തോ ആകാം എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള ജനങ്ങളെ പിന്നെ ഇവർക്ക് എങ്ങനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും? മറ്റ് നിയമ നടപടികളും മറ്റു കുറ്റകൃത്യങ്ങളെ എങ്ങനെ ഇവർക്ക് നിയമപരമായിട്ട് നേരിടാൻ സാധിക്കും? എങ്ങനെ നിയമം കയ്യിലെടുത്ത് പ്രയോഗിക്കാനായിട്ട് സാധിക്കും? അപ്പോൾ ഇത്തരം ചോദ്യങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ നിന്നും വളരെ അനേകം ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് സ്റ്റേറ്റ് ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. ആ സ്റ്റേറ്റിനെ നിയമ നടപടിയിലേക്ക് അടുപ്പിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ഭരണഘടനാ തലവൻ എങ്കിലും രംഗത്ത് വന്ന് ഈ കാര്യത്തിനകത്ത് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട്, നീതിബോധമുള്ള പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് പറയാനുള്ളത്. അത് എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം തുടങ്ങിയെങ്കിലും വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.